Hello friends, welcome to our channel. Now, we actually a gift. We American Express and the side of a gift. We have a box. Now, we actually cards. And Manish Malhotra design the cards. Package velvet finish. Lucky quality magnetic. Magnetic open വരുന്ന സംഭവമാണ് അതും പോലെ നമുക്ക് ഇവിടെ ഒരു ലെറ്റർ ഉണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട് ഞാൻ എന്താ സംഭവം എന്ന് വായിക്കാം അപ്പോൾ ഡിയർ കാർഡ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡെലിവറിങ് അൺമാച്ച്ഡ് പ്രിവിലേജസ് ആൻഡ് യൂണിക് എക്സ്പീരിയൻസ് ടു അവർ കാർഡ് മെമ്പേഴ്സ് സംഭവം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെൽക്കം സംഭവം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതുപോലെ ജസ്റ്റ് ചുമ്മാ എന്താ പറയുക നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു പ്രസന്റിംഗ് എ ലിമിറ്റഡ് എഡിഷൻ സെറ്റ്സ് ഓഫ് കാർഡ്സ് ക്രാഫ്റ്റഡ് ബൈ സെലിബ്രിറ്റി ഡിസൈനർ മനീഷ് മൽഹോത്ര ഫോർ യു featuring his signature pattern. എനിക്ക് മനീഷ് മൽഹോത്ര വലിയ പിടുത്തൊന്നുമില്ല കേട്ടോ അത് വേറെ കാര്യം പിന്നെ ചുമ്മാ കിട്ടിയത് കൊണ്ട് വാങ്ങിച്ചു മാത്രമല്ല വല്ല കപ്പ അങ്ങനത്തെ വല്ല ഗുണമുള്ള സാധനമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഇതെന്തൊക്കെയാണ് നമുക്ക് ഇതിലുള്ള എന്ത് സംഭവം നോക്കി നോക്കാം ഇത് 2 കാർഡ്സ് കാണാനുണ്ട് ഇത്രയേ ഉള്ളൂ ഇത് തന്നെ കാണാമല്ലോ വേറെ ഒന്നും കാണാനില്ല ഇപ്പം ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ അതങ്ങനെ പൊന്തി വരും ഇതാ ഇങ്ങനെ ഒരു കാർഡ് ഗോൾഡൻ കളറിൽ ഇതൊരു സീലൊക്കെ ചെയ്തിട്ടുണ്ട് 2 ഉണ്ട് എന്താ സംഭവം എന്നറിയില്ല ഇതാ ഈ 2 ഉണ്ട് പിന്നെ ഇതിലൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ട് ഇത്രേ ഉള്ളൂ പാക്കേജിങ് കേട്ടോ പക്ഷേ എനിക്കിതിൻ്റെ ക്വാളിറ്റി ഒരു രക്ഷയില്ലാണ്ട് ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി വെൽവെറ്റ് ഫിനിഷ് ഒക്കെ ആയിട്ടുണ്ടോ വെൽവെറ്റാ അപ്പോൾ ഞാനത് മാറ്റി വെച്ചാൽ നമുക്ക് ഈ സാധനം ഒന്ന് പൊളിച്ച് നോക്കി നോക്കാം എന്താ സംഭവം ഞാൻ കാറൊന്നും കളിക്കാറില്ല വേറെ കാര്യം അത് അയ്യോ ഇത് കാർഡ് തന്നെയാണ് അത് എന്ത് കാർഡത് ഇങ്ങനത്തെ ഒരു സാധനത്തിലേക്ക് വരുന്നുണ്ടോ ഞാൻ ഭയങ്കര പ്രസൻറ്റേഷനാണ് വേറെ കാര്യം ഇങ്ങനെയായിരുന്നു സാധനം ഇങ്ങനെ കയറി വരും ഗോൾഡൻ കളറിലൊക്കെ ആയിട്ട് ഇത് എന്ത് ഇത് മറ്റേ നോർമൽ നമ്മുടെ കാടാന്നുണ്ട് പ്ലാസ്റ്റിക് ഇത് നമ്മുടെ ചീട്ട് നോർമൽ ജോക്കറിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ എന്താ ഉണ്ട് ഫുൾ സെറ്റ് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഫുൾ ഗോൾഡൻ കളർ നോർമൽ സാധനം ഒന്നല്ല നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ഫുൾ ഗോൾഡൻ ടച്ചൊക്കെ ഇടുന്നുണ്ടാ അയ്യോ അപ്പം തന്നെ പോയേ ഇങ്ങനത്തെ 2 സെറ്റാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ 2 വല്ല ആവശ്യമുള്ളതൊക്കെ വന്നൂടെ എനിക്കിത് വലിയ പിടുത്തൊന്നുമില്ല അതിൻ്റെ ബാക്കിലുണ്ട് അമേരിക്കൻ എക്സ്പ്രസിൻ്റെ ലോഗോ സംഭവങ്ങളൊക്കെ ഉണ്ട് പേര് ഇപ്പോൾ ആദ്യത്തെ ബോക്സിൽ ഇതാണ് ഇത് മാറ്റിയിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം ചേട്ടാ എങ്ങനെയായിരുന്നു മറന്നല്ലോ ചേടാ ഇത് എങ്ങനെയായിരുന്നു ഇപ്പോൾ കൂടുതലൊന്നുമില്ലല്ലോ ഓ ഇത് ഇതിൻ്റെ ഉള്ളിലാണെന്നുണ്ട് ഈ സാധനം ഇത് ഇതിൻ്റെ ഉള്ളിലാണ് അയ്യോ കാർഡ് ഭയങ്കര സ്ലിപ്പറി ആട്ടാ ഇത് മുകളിലെന്തോ സ്മൂത്ത് ഫിനിഷും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കുറച്ച് പ്രീമിയം കാർഡ്സാണ് അതിൻ്റെ ഭാഗമായിട്ട് നല്ല സ്ലിപ്പറിയാണ് ഇതാ ഇതിങ്ങനെ വെച്ചു ഇത് ചുമ്മാ തന്നെ ഇട്ടത്രേ ഉള്ളൂ അപ്പം ഇത് തന്നെ ഒന്നാമത്തെ കവർ ഇനി 2ാമത്തെ കവർ സെയിം തന്നെയാണോ ആവോ എന്തിനാ 2 എന്തെങ്കിലും ഇതാ ഇത് നമ്മളുടെ പ്ലാസ്റ്റിക് കവർ ഞാൻ പൊളിച്ചിട്ടുണ്ട് ഇതാ സെയിം തന്നെയാണെന്നുണ്ട് അതാ സെയിം തന്നെ ഇതാ കണ്ടു ഇതാ സെയിം തന്നെ അപ്പോൾ ഇതാണ് നമുക്ക് ഗിഫ്റ്റായിട്ട് അയച്ചു തന്നിരിക്കുന്നത് അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് അമേരിക്കൻ എക്സ്പ്രസിൻ്റെ സൈഡിൽ നിന്ന് അപ്പോൾ ഇതൊന്ന് കാണിക്കാനാണ് വന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാം എൻ്റെ കയ്യിൽ 2 അമേരിക്കൻ എക്സ്പ്രസിൻ്റെ ക്രെഡിറ്റ് കാർഡും ഒരു ചാർജ് കാർഡും ഉണ്ട് അപ്പോൾ അമേരിക്കൻ ക്രെഡിറ്റ് കാർഡുകൾക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അമേരിക്കൻ എക്സ്പ്രസിൻ്റെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന MRCC കാർഡാണ് ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഡീറ്റെയിൽസ് അപ്പോൾ ഞാൻ പൊത്തി പിടിക്കട്ടെ ഇതാണ് MRCC കാർഡ് ഇതിൻ്റെ ആക്ച്വലി ആനുവൽ ഫീസ് വരുന്നത് 4500 രൂപ അതുപോലെ ജോയിനിങ് ഫീസ് വരുന്നത് 1000 രൂപയാണ് ഇപ്പോൾ ഞാൻ ആക്ച്വലി ഓൾമോസ്റ്റ് നമ്മൾ ഒരു 90,000 ഒക്കെ ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് 4500 രൂപയുടെ പകുതിയാവും ആനുവൽ ഫീസ് 1,50,000 രൂപയുടെ മുകളിൽ കഴിഞ്ഞാൽ നമുക്ക് ആ വേവ് ഓഫ് കിട്ടും അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് ഇത് വേവ് ഓഫ് ആവാറായിട്ടുണ്ട് പിന്നെ ഉള്ളത് എൻ്റെ സ്മാർട്ട് ടേൺ കാർഡ് ഇവരുടെ ഒരു ബേസിക് കാർഡും ഉണ്ട് അതോടെ പോയി അതാണ് 2 ക്രെഡിറ്റ് കാർഡ് ഉള്ളത് പിന്നെ നമ്മുടെ ഗോൾഡ് കാർഡാണ് ചാർജ് കാർഡ് അത് ഞാൻ മിക്കതും ചിലപ്പോൾ ഒരു കൊല്ലം ആവാറാകുമ്പോൾ ഞാൻ ക്ലോസ് ചെയ്യും എന്താ വെച്ചാൽ നമുക്ക് ഈ ചാർജ് കാർഡിൽ എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ നമുക്ക് നോർമലായിട്ട് ബാക്കി എല്ലാ സെയിം ഫീച്ചറൊക്കെ തന്നെയാണ് നമുക്ക് എന്താ പറയുക റിവാർഡ് സിസ്റ്റം സംഭവമൊക്കെ സെയിം തന്നെയാണ് പക്ഷേ നമുക്കതിൽ EMI ഫെസിലിറ്റീസ് ഇല്ല അതാണ് ഒരു ഡിഫറൻസ് നോർമൽ ക്രെഡിറ്റ് കാർഡും ചാർജ് കാർഡായിട്ടുള്ള ഡിഫറൻസ് വരുന്നത് അതാണ് കേട്ടോ പക്ഷേ ഒരു ഗുണം എന്താ വെച്ചാൽ ചാർജ് കാർഡിൽ നമുക്ക് നല്ല ലിമിറ്റ് ഉണ്ടായിരിക്കും 6 ലക്ഷം 7 ലക്ഷം ഒക്കെ ലിമിറ്റ് ഉണ്ടായിരിക്കും നോർമൽ നമുക്ക് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു 2 മടങ്ങും 3 മടങ്ങൊക്കെ നമുക്ക് ലിമിറ്റ് എന്നല്ല എന്ന് പറയാം അതിൽ നമുക്ക് എന്താ പറയുക ഒരു ലിമിറ്റഡ് അതിൽ സ്പെസിഫിക് ആയിട്ട് കാണിക്കുന്നില്ല സ്പെൻഡിങ് പവർ എന്നൊക്കെ നമ്മൾ പറയാൻ വേണമെങ്കിൽ
അപ്പോൾ അത്യാവശ്യം നല്ല സ്പെൻഡിങ് പവർ ഉണ്ടായിരിക്കും. EMI കൺവേർഷൻ ഉണ്ടാവില്ല എന്ന് മാത്രം. ചേട്ടാ സ്മാർട്ട് ഫോൺ കാർഡ് കാണാമല്ലോ, മിസ്സായി. അതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. എനിക്ക് ആക്ച്വലി ലുക്കിൽ ഈ സാധനമാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇത് അവരുടെ ബേസിക് കാർഡാണ്, ഇന്ത്യയിൽ മാത്രമേ ഉള്ളത് വേറെ കാര്യം. പിന്നെ നമ്മുടെ ചാർജ് കാർഡ്, അത് ഞാൻ പേഴ്സിലാണ് വെച്ചത്. അപ്പോൾ ഈ 3 കാർഡുകളുള്ളത്. ഇതിൻ്റെ ആക്ച്വലി റെഫറൽ പ്രോഗ്രാം ഉണ്ടോ എന്ന് നോക്കട്ടെ. ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് റെഫറൽ ലിങ്ക് നമ്മുടെ കൊടുക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയിക്കും റെഫറൽ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതൽ കഴിയും. റെഫറൽ ലിങ്ക് പ്രോഗ്രാം അവർ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ കൊണ്ടുവരാറുള്ളൂ. ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും റെഫറൽ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ സെറ്റപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാട്ടോ. ഇവർ ഡയറക്റ്റ് റെഫറൽ ലിങ്ക് ഇല്ല, അപ്പോൾ ഞാൻ സെറ്റപ്പിൻ്റെ റെഫറൽ ലിങ്ക് ഞാൻ കൊടുക്കാം. MRCC കാർഡിൻ്റെ റെഫറൽ ലിങ്ക് ഞാൻ ഡയറക്റ്റ് കൊടുക്കട്ടെ. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് വിത്തൗട്ട് ഇൻകം ഫണ്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണെങ്കിൽ അത്യാവശ്യം സിബിൽ സ്കോർ വേണം കേട്ടോ. 750 അബോ മിനിമം ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ 2 ചാനൽസ് കാണാത്തവർ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. അടുത്ത കാണാം. ബൈ.